ബിയറെന്ന് പറഞ്ഞ് മറ്റൊന്ന് നൽകി. കലാഭവൻ മണിയുടെ മരണത്തിൽ ദുരൂഹത ആവർത്തിച്ച RLV രാമകൃഷ്ണൻ. മലയാളികളുടെ പ്രിയ നടൻ കലാഭവൻ മണിയുടെ അപ്രതീക്ഷിത വിയോഗത്തിന് 10 വർഷം പിന്നിട്ടിട്ടും ആ മരണത്തെ ചുറ്റിപ്പറ്റിയുള്ള ചോദ്യങ്ങൾ അവസാനിച്ചിട്ടില്ല. ആശുപത്രിയിൽ എത്തിക്കുന്നതിന് മുമ്പ് നടന്ന സംഭവങ്ങൾ കുടുംബത്തോട് മറച്ചുവെച്ചെന്നും ഒപ്പമുണ്ടായിരുന്നവർ നിർണായക വിവരങ്ങൾ വെളിപ്പെടുത്തിയില്ലെന്നും ആരോപിച്ച് വീണ്ടും രംഗത്തെത്തിയിരിക്കുകയാണ് നടൻ സഹോദരൻ RLV രാമകൃഷ്ണൻ. 2016 മാർച്ച് 5 ചേട്ടൻ അമൃതയിലാണ്, സീരിയസ് ആണ്, പെട്ടെന്ന് വരണമെന്ന് പറഞ്ഞു. എൻ്റെ സുഹൃത്തും ഞാനും കൂടി അവിടെ ഓടിയെത്തി. ചേട്ടൻ വെന്റിലേഷനിലാണ്. മണി എന്താണ് കഴിച്ചതെന്ന് പറഞ്ഞാലേ ആൻറ്റിഡോസ് കൊടുക്കാൻ പറ്റൂ. ഇപ്പോൾ അബോധാവസ്ഥയിലാണ് എന്ന് പറഞ്ഞറിഞ്ഞു. പുറത്തേക്കിറങ്ങി ഇദ്ദേഹത്തിൻ്റെ കൂടെ ഉണ്ടായിരുന്ന മുഴുവൻ സുഹൃത്തുക്കളോട് ചോദിച്ചു. ആരും ഒന്നും പറയുന്നില്ല. മാർച്ച് 6 അദ്ദേഹം മരിക്കുന്നു. കുറച്ച് ദിവസങ്ങൾക്കുള്ളിൽ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് പുറത്തു വരുന്നു. മീഥൈൽ ആൽക്കഹോൾ പോയിസണിംഗ് കാരണമാണെന്ന് മരിച്ചതെന്ന് അതിൽ പറയുന്നു. അദ്ദേഹത്തിൻ്റെ ചെറിയ തോതിൽ ലിവർ സിറോസിസിൻ്റെ അസുഖം ഉണ്ടായിരുന്നു. എന്താണ് മരണകാരണം എന്നറിയാതെ ഞങ്ങൾ നിശബ്ദരായിരുന്നു. പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് വന്നതോടെ ചാനലുകൾ മുഴുവനും വിളിച്ചു തുടങ്ങി. പിന്നെയാണ് മാർച്ച് 5 മുമ്പുള്ള ദിവസങ്ങളെക്കുറിച്ച് അന്വേഷിക്കുന്നത്. സാധാരണ ചേട്ടൻ ബിയറാണ് കഴിക്കാറ്. കുട്ടിക്കാലം മുതൽ ചേട്ടൻ മദ്യപിക്കുകയോ പുകവലിക്കുകയോ ചെയ്യുന്ന ആളല്ല. സിനിമയിൽ കയറി വളരെ കാലങ്ങൾക്ക് ശേഷമാണ് അദ്ദേഹം ബിയർ തന്നെ കഴിച്ചു തുടങ്ങിയത്. എൻ്റെ കൺമുന്നിൽ അദ്ദേഹം ഒരുപാട് മദ്യപിച്ചു വരുന്ന സാഹചര്യം ഉണ്ടായിട്ടില്ല. അന്വേഷിച്ചപ്പോൾ അവിടെ അടുത്തുണ്ടായിരുന്ന ഒരു വ്യക്തി എന്നോട് പറഞ്ഞത് തലേ ദിവസം അതിഥികൾ വന്നു പോയിരുന്നു. പിറ്റേ ദിവസം രാവിലെ ചേട്ടൻ ബിയർ ചോദിച്ചപ്പോൾ ബിയർ ഉണ്ടായിരുന്നില്ല. അവിടെ ഉണ്ടായിരുന്ന 2 പേർ പുറത്തുപോയി പെപ്സി വാങ്ങിക്കൊണ്ട് വന്ന് ബിയർ കുപ്പിയിൽ ഒഴിച്ച് ബിയറാണെന്ന് പറഞ്ഞു കൊടുത്തു. അതോടെ അദ്ദേഹത്തിന് കണ്ണിൻ്റെ കാഴ്ച പോയതുപോലെ സാഹചര്യം ഉണ്ടാവുകയും നിലത്ത് കിടന്ന് ഉരുളുകയും ചെയ്തു. ഒരുപാട് സംഭ്രമങ്ങൾ അദ്ദേഹം അവിടെ കാണിച്ചു. പക്ഷേ അവിടെയുള്ള ആരും ഈ വിവരങ്ങൾ വീട്ടിൽ അറിയിച്ചില്ല. ആശുപത്രിയിലേക്ക് കൊണ്ടുപോകുന്നതിന് മുമ്പ് അദ്ദേഹത്തിന് ബെൻഡോഡയസ്പിൻ കുത്തിവെച്ച് മയക്കിയെന്നാണ് പിന്നീട് അറിഞ്ഞത്. അതും സുഹൃത്തായ ഒരു ഡോക്ടറുടെ നേതൃത്വത്തിലായിരുന്നു. എന്നാൽ ഇതൊന്നും ഞങ്ങളോട് പറഞ്ഞില്ല. ചികിത്സയുമായി ബന്ധപ്പെട്ടും RLV രാമകൃഷ്ണൻ ഗുരുതര ആരോപണങ്ങൾ ഉന്നയിച്ചു. കരൾ രോഗമുള്ളവർക്ക് ചില മരുന്നുകൾ പോലും നൽകുമ്പോൾ അതീവ ജാഗ്രത വേണമെന്നും എന്നാൽ ചേട്ടൻ്റെ കാര്യത്തിൽ അത് പാലിച്ചില്ല എന്നാണ് അദ്ദേഹത്തിൻ്റെ ആരോപണം. ലിവർ സിറോസിസ് രോഗികൾക്ക് പാരസിറ്റമോൾ ഗുളിക പോലും കൊടുക്കാൻ പാടില്ല. നികൃഷ്ടമായ രീതിയിൽ കുത്തിവെച്ചാണ് അവർ ചേട്ടനെ കൊണ്ടുപോയത്. ചേട്ടന് വേറെ വസ്ത്രം വാങ്ങിച്ച് വൈകുന്നേരം 4 മണിയോടെ ആശുപത്രിയിൽ എത്തിക്കുന്നത്. വീട് പാഡിയിൽ നിന്നും 20 മീറ്റർ പോലുമില്ല. ക്ലാസ് എടുക്കുന്നതിൻ്റെ മുന്നിലൂടെയാണ് ചേട്ടനെ കൊണ്ടുപോയത്. പക്ഷേ ഞങ്ങളോട് പറഞ്ഞില്ല. കൂടാതെ ചേട്ടൻ ധരിച്ചിരുന്ന വസ്ത്രങ്ങൾ കത്തിച്ചു കളയാനും സംഭവസ്ഥലം വൃത്തിയാക്കുകയും ചെയ്തു. അതിനാൽ നിർണായക തെളിവുകൾ നഷ്ടപ്പെട്ടുവെന്നും അദ്ദേഹം പറഞ്ഞു. അതിനാൽ അന്വേഷണത്തിൽ തൃപ്തിയില്ലെന്നും മരണത്തിൽ ദുരൂഹതയുണ്ടെന്നും വിശ്വസിക്കുന്നുവെന്നായിരുന്നു ഒരു സ്വകാര്യ ചാനലിന് നൽകിയ അഭിമുഖത്തിൽ അദ്ദേഹം പറഞ്ഞത്.